കർത്തൃദിനം, ശ്രേഷ്ഠദിനം, ആരാധനക്കു വിശുദ്ധദിനം. ഹല്ലേലൂയ ഗാനം ചൊല്ലി ഹൃദയങ്ങൾ വാഴ്ത്തിടാം. ദൈവ തിരുനാമം മഹത്വപ്പെടട്ടെ. കർത്താവിൽ പ്രിയ സ്നേഹിതരെ, യേശുക്രിസ്തുവിൻ്റെ ശ്രോതാക്കൾക്ക് സുപരിചിതമാണ് മുന്തിരിച്ചെടി. അത് കൃഷി ചെയ്യേണ്ടത് എങ്ങനെയെന്നും അതിന് ചെയ്യേണ്ട പരിചരണങ്ങൾ എന്തൊക്കെയെന്നും അന്നത്തെ ആളുകൾ നന്നായി അറിഞ്ഞിരുന്നു. ആ മുന്തിരിച്ചെടിയെ അടിസ്ഥാനമാക്കി ചില സനാതന സത്യങ്ങൾ വെളിപ്പെടുത്തുവാൻ കർത്താവ് സന്നദ്ധനായി. എന്നാൽ അതിനുള്ള പ്രത്യേക പശ്ചാത്തലം എന്തായിരുന്നു? മുന്തിരിത്തോട്ടത്തിൽ കൂടി കടന്നുപോയതോ ഒന്നുമല്ല. മർക്കോസിന്റെ മാളിക മുറിയിൽ പെസഹ ഭക്ഷിച്ച ശേഷം കർത്താവ് വിശുദ്ധ കുർബാന സ്ഥാപിക്കുകയായിരുന്നു. അപ്പോൾ വീഞ്ഞ് വാഴ്ത്തി അവിടുത്തെ തിരുരക്തമായി ശിഷ്യന്മാർക്ക് നൽകി. മുന്തിരി രസമാണല്ലോ വീഞ്ഞ്. അപ്പോൾ അവിടുത്തെ ചിന്ത മുന്തിരി ചെടിയിലേക്ക് തിരിഞ്ഞ് ശിഖരങ്ങൾ തായ്തടിയിൽ വസിക്കുന്നത് പോലെ വിശുദ്ധ കുർബാന സംസർഗത്തിൽ കൂടി വിശ്വാസികൾ തന്നിലും അവിടുന്ന് അവരിലും വസിക്കുന്ന അനുഭവത്തെക്കുറിച്ചും മറ്റും വിശദീകരിക്കുവാൻ അനുയോജ്യമായ ഒരു പ്രതിരൂപം തനിക്ക് ലഭിച്ചു. വിശുദ്ധനായ യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 1-ാം വാക്യം, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു എന്ന് പറയും. അതിൻ്റെ 5-ാം വാക്യം, എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്കും കഴിയുകയില്ല. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകും. ഈ വേദഭാഗം നമ്മെ ഓർപ്പിക്കുന്നത് 2 തരത്തിലുള്ള ശിഖരങ്ങൾ മുന്തിരിക്കുണ്ട്. ഒന്ന് ഫലശൂന്യമായ, ഇത് തായ്തടിയിൽ നിന്ന് വെട്ടിക്കളയും. അത് മിക്കവാറും ഡിസംബർ ജനുവരി മാസങ്ങളിലാണ്. വെട്ടിക്കളഞ്ഞവ ഉണങ്ങിക്കഴിയുമ്പോൾ വിറകായി ഉപയോഗിക്കുന്നു. എന്നാൽ ഓഗസ്റ്റ് മാസത്തിൽ അധികം ഫലം കായ്ക്കേണ്ടതിന് ബാക്കിയുള്ള ശിഖരങ്ങളെ ചെത്തി വെടിപ്പാക്കുന്നു. ഈ പ്രക്രിയ പന്തലിച്ചു കിടക്കുന്ന ശിഖരങ്ങൾ വെട്ടിനശിപ്പിക്കുകയാണെന്ന് ചിന്തിക്കാമെങ്കിലും അത് കൂടുതൽ ഫലം പുറപ്പെടുവിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് ചെയ്യുന്നത് എന്നുള്ളത് ഒരു സത്യം. യേശുക്രിസ്തുവും വിശ്വാസികളും തമ്മിലുള്ളതായ ബന്ധം തായ്തടിയും ശിഖരങ്ങളും തമ്മിലുള്ള ബന്ധം പോലെ ദൃഢവും വേർതിരിക്കാൻ പാടില്ലാത്തതുമാണ് എന്ന് വചനം നമ്മളെ പഠിപ്പിക്കുന്നു. ശിഖരങ്ങൾക്ക് ആവശ്യമുള്ള പോഷണം തായ്തടി പ്രദാനം ചെയ്യുന്നു. അതുപോലെ ക്രിസ്തുവിൽ നിന്ന് ലഭിക്കുന്ന ചൈതന്യവും പോഷണവുമാണ് നമ്മെ നിലനിർത്തുന്നത് എന്ന് ഓർപ്പിക്കുന്നു. തായ്തടിയിൽ നിന്ന് പോഷണം ശിഖരത്തിലേക്ക് വരാത്ത വിധം ഇത്തിക്കണ്ണികൾ വളർന്ന് പ്രതിബന്ധങ്ങൾ സൃഷ്ടിച്ചേക്കാം. പാപത്തിന്റെ ഇത്തിക്കണ്ണികൾ അത് യഥാസമയം നീക്കം ചെയ്ത് കർത്താവിനോടുള്ള ബന്ധം നിർബാധം ആക്കേണ്ടിയിരിക്കുന്നു. സ്വയ പരിശോധനയും അനുതാപവും ഏറ്റുപറച്ചിലും അതിനാവശ്യമാണ്. തായ്തടിയോട് ചേർന്ന് നിൽക്കുന്ന അനുഭവം. രണ്ടാമതായി, ഫലം കായ്ക്കാത്ത ശിഖരങ്ങൾ വെട്ടിക്കളയും. എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു എന്ന് വചനം പറയുമ്പോൾ, സ്നേഹമുള്ളവരെ, കർത്താവിൻ്റെ ക്രിസ്തീയമായ തിരുവത്താഴ ശുശ്രൂഷയിൽ യൂദാസ് കറിയോത്ത കർത്താവിൻ്റെ ശിഷ്യത്വം ലഭിച്ചവനും 3 വർഷത്തോളം അവിടുത്തോട് ഒരുമിച്ച് ജീവിച്ചവനും അന്ത്യത്താഴത്തിൽ പങ്കുകൊള്ളവനും ആയിരുന്നുവെങ്കിലും ഫലം കായ്ക്കാത്ത ആ ശിഖരം ഛേദിക്കപ്പെട്ടു. ഇത് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു മുന്നറിയിപ്പാണ്. മാമോദീസ ഏറ്റ എല്ലാവരും സഭയുടെ അനുഷ്ഠാനങ്ങളിൽ പങ്കെടുത്തവരുമാണെങ്കിലും ആത്മീയ ഫലം കായ്ക്കാത്ത ശിഖരമായി മാറിയാൽ വിച്ഛേദിക്കപ്പെടുക തന്നെ ചെയ്യും. മൂന്നാമതായി, ഫലം കായ്ക്കുന്നവ ചെത്തി വെടിപ്പാക്കപ്പെടും. ഏത് സമയത്താണ് മുന്തിരിച്ചെടിയുടെ ശിഖരങ്ങൾ കോതി വെടിപ്പാക്കേണ്ടതെന്ന് തോട്ടക്കാരനറിയാം. ആ പ്രക്രിയ ഒരിക്കലും വൈകിക്കാറില്ല. യഥാസമയം തന്നെ അത് നിർവഹിക്കും. തോട്ടക്കാരൻ്റെ ഉദ്ദേശം മനസ്സിലാക്കാത്ത കാഴ്ചക്കാരൻ അതൊരു നശീകരണ പ്രവൃത്തിയായി ചിലപ്പോൾ തെറ്റിദ്ധരിച്ചേക്കാം. എന്നാൽ തോട്ടക്കാരൻ നല്ല ഫലം കായ്ക്കുവാൻ തക്കവണ്ണം ഈ ക്രിയകളെ പൂർത്തിയാക്കും. സ്നേഹമുള്ളവരെ, സൃഷ്ടാവിൻ്റെ പ്രതികരണം നാം ചിന്തിക്കുന്നുവെങ്കിൽ സൃഷ്ടാവിനോട് ചേർന്ന് ജീവിക്കുവാൻ എനിക്കും നിങ്ങൾക്കും കഴിയണം. നാലാമതായി, ശിഖരങ്ങൾ ഫലം പുറപ്പെടുവിക്കണം. നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എൻ്റെ പിതാവ് മഹത്വപ്പെടുന്നു, അങ്ങനെ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാകും എന്നും യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ പറയുമ്പോൾ
ഫലം കായ്ക്കാത്ത ഒന്നിനെ നിലനിൽക്കുവാൻ അർഹതയില്ലെന്നും വെളിപ്പെടുത്തുകയാണ്. ഫലമില്ലാത്ത അത്തി വെട്ടിക്കളയുവാൻ തോട്ടക്കാരനെ ആജ്ഞാപിച്ചതായ ഒരു ഉപമയിൽ കർത്താവ് വ്യക്തമാക്കിയതും ഓർക്കുന്നുവല്ലോ. കർത്താവ് വീണ്ടും പറയുന്നു, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു, നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വച്ചിരിക്കുന്നു. ധാർമ്മികമായ ജീവിതമാണ് ഫലം കായ്ക്കുന്ന അനുഭവം തരുന്നത്. അപ്പോൾ ആത്മാവിൻ്റെ ഫലമായ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം എന്നിവ പുറപ്പെടുവിക്കുന്നവരായി തീരണം. ദൈവത്തോടും മറ്റുള്ളവരോടും നമ്മോട് തന്നെയുമുള്ള ബന്ധത്തിലാണ് ഈ ഫലങ്ങൾ വെളിപ്പെടേണ്ടത്. കർത്താവിൽ വസിക്കുന്ന ശിഖരങ്ങളാക്കി നമ്മെ ഉയർത്തിയത് ദൈവകൃപ ഒന്ന് മാത്രമാണ് എന്നറിയണം. നമ്മുടെ വിശുദ്ധ കുർബാന അനുഭവം കർത്താവിനോടുള്ള നമ്മുടെ ബന്ധത്തെ ദൃഢപ്പെടുത്തുന്ന മുഖാന്തരവുമാക്കി തീർക്കണം. മുന്തിരിവള്ളിയും ശിഖരങ്ങളും തമ്മിലുള്ള ബന്ധം എല്ലാറ്റിനേക്കാൾ ഉപരിയായി യേശുക്രിസ്തുവും വിശ്വാസികളും തമ്മിലുള്ള കുർബാന ഐക്യത്തെ വ്യക്തമാക്കുന്നു എന്നും മനസ്സിലാക്കുവാൻ ഈ സന്ധ്യയിൽ കഴിയട്ടെ. ദൈവം തമ്പുരാൻ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ശുഭരാത്രി നേരുന്നു. നിങ്ങളുടെ ജോൺ ബോൾ കോറപ്പിസ്കോപ്പ അച്ഛൻ.